ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വലിയ നോമ്പിൻ്റെ 32-ാമത്തെ ദിനം നമുക്കൊരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21 മുതൽ 26 വരെ. Gospel according to Saint John chapter 17 verse 21 through 26. അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അർത്ഥവും ചലനാത്മകതയും നഷ്ടപ്പെടുമ്പോൾ അത് വെറും ആചരണമായി മാറും. പാരമ്പര്യങ്ങൾ ജീവസുറ്റതും ജീവൻ നൽകുന്നതുമായി മാറുമ്പോൾ അത് ക്രിയാത്മക ആഘോഷമായി മാറും. നോമ്പ് വൈയക്തികവും സാമൂഹികവുമായ ചെത്തിയൊരുക്കലിനും പുതുക്കത്തിനും രൂപാന്തരത്തിനും കാരണമാകണം. അപ്പോൾ അത് ജീവസുറ്റതാകും, ക്രിയാത്മക ആഘോഷമാകും. നോമ്പ് വിശ്വാസ സമൂഹത്തിൻ്റെ ഒരുമയുടെ ആഘോഷമാണ്. ദൈവവും മനുഷ്യനും 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 ഒന്നാകുന്ന അനുഭവം. എ മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ഓഫ് ഗോഡ് ആൻഡ് ഹ്യൂമൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അപ്രകാരമുള്ള ഒരു സമന്വയത്തിൻ്റെ ദർശനം പകർന്നു നൽകുന്ന പാഠമാണ്. യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയെന്നോ യേശു കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രാർത്ഥനയെന്നോ ഒക്കെ ഈ ഭാഗത്തെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ മരണക്കിടക്കയിലെ പ്രാർത്ഥനയല്ല ഇത്. മറിച്ച് ദൈവിക ദൗത്യത്തിനായി തൻ്റെ ജീവനെ വെച്ചവനായ ദൈവപുത്രൻ്റെ യുഗാന്ത്യ പ്രത്യാശയുടെ ഉറപ്പാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. മനുഷ്യരോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്തു. ആ സ്നേഹമത്രേ ദൈവപുത്രനെ സൃഷ്ടിയുമായി ബന്ധ്യപ്പെടുത്തിയതിൻ്റെ ആധാരം. ദൈവസ്നേഹത്തിൻ്റെ തനതായ ഭാവവും രൂപവുമാണ് ഐക്യം. ദൈവിക മഹത്വം മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ദൈവിക സ്നേഹമാണ് ആ മഹത്വത്തിൻ്റെ തനതായ ആവിഷ്കാരം. നോമ്പിൻ്റെ ചര്യകളിലൂടെ ദൈവിക ദർശനം നമുക്ക് സാധ്യമാകണം. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള നിരന്തര ദർശനവും സ്നേഹത്തിലൂടെയുള്ള അതിൻ്റെ നിദർശനവും നമുക്ക് ലഭ്യമാകണം. ദൈവസ്നേഹം ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യമാക്കലിനെ നയിച്ചതുപോലെ ആ സ്നേഹത്തിൻ്റെ സ്വീകർത്താക്കളായ നമുക്കും അത് പകർന്നു നൽകുവാൻ സാധിക്കണം. സ്നേഹമുള്ളിടത്തെ ഐക്യം സാധ്യമാകുകയുള്ളൂ. വിശ്വാസ സമൂഹത്തിൻ്റെ അടയാളം സ്നേഹത്തിലൂടെയുള്ള കൂട്ടായ്മയാകണം. ഐക്യം എന്നത് എല്ലാം ഒന്നാകുന്ന അനുഭവമല്ല, പ്രത്യുത വൈവിധ്യത്തിലുള്ള ഒരുമയാണ്. യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി ബട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വിശ്വാസ സമൂഹത്തിൻ്റെ മാതൃക പിതാവും പുത്രനും തമ്മിലുള്ള ഒരുമയുടെ മാതൃകയാണ്. ഐക്യത്തിലാകുമ്പോൾ തന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ ഇടങ്ങൾ ഉണ്ടാകും. ഐക്യത്തിന് ഒരു വിശാലത ഉണ്ടാകണം. അംഗീകരിക്കാവുന്നതിനെ അംഗീകരിക്കുക, അല്ലാത്തതിനെ നശിപ്പിക്കുകയല്ല, മറിച്ച് ബഹുമാനിക്കുക എന്നതാണ് ഐക്യത്തിൻ്റെ വിശാലത. അക്സെപ്റ്റ് വാട്ട് യു ക്യാൻ ആൻഡ് റെസ്പെക്റ്റ് വാട്ട് യു കനോട്ട് അക്സെപ്റ്റ്. അപരൻ എനിക്ക് ഭീഷണിയാണ് എന്നുള്ള മനോഭാവം ഐക്യത്തിന് ഉതകുന്നതല്ല. എന്നോടൊപ്പം അപരൻ്റെയും വളർച്ച സാധ്യമാകണം. നോമ്പ് ഈ വിശാല ദർശനം നൽകുന്ന ഒരുമയിലേക്ക് വിശ്വാസ സമൂഹത്തെ നയിക്കുന്നതാകണം. പ്രിയരെ, ഇവിടെ നോമ്പ് വ്യത്യസ്തതയുടെ ജീവനശീലങ്ങളെ പകർന്നു നൽകുന്ന അനുഭവമാകണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കും ഒരുമയ്ക്കും സഹായകരമാണ്. ഈ ഒരുമയിൽ വ്യത്യസ്തതകളെ തള്ളിക്കളയുകയല്ല, മറിച്ച് അതിനെ ഉൾക്കൊള്ളുന്ന മനോഭാവമാണ് ഉണ്ടാകേണ്ടത്. നോമ്പാചരണത്തിലൂടെ സ്നേഹത്തിൻ്റെ ആഘോഷവും അതിലൂടെ ഐക്യത്തിൻ്റെ ശീലവും സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയും സാധ്യമാകണം. ഈ നോമ്പുകാലം ഒരുമയുടെ വിശാല ദർശനത്തിൻ്റെ പൂക്കാലമാക്കുവാൻ
തമ്പുരാൻ തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഐക്യത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.